ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ പാഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു ചിക്കൻ പാഡ്സ് എങ്ങനെ തയ്യാറാക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതേ പാഡ്സ് ഞാനിവിടെ ക്ലീൻ ആക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ചിന്ന മുട്ടയും കൂടി കിട്ടാറുണ്ട്, ഈ പ്രാവശ്യം അത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് കണ്ടോ, ലിവറിൻ്റെ മുകളിലൊരു പച്ച കളറിലൊരു സംഭവം കണ്ടില്ല, അതിന് കയ്പ്പ് എന്നാണ് പറയുക. അത് പൊട്ടാൻ പാടില്ല കേട്ടോ, പൊട്ടിക്കുകയാണെങ്കിൽ ലിവറിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ആദ്യം ഇതിൻ്റെ മുകളിലൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, പൊട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കക്കാണ് കേട്ടോ ഉള്ളത്. കക്കിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല, എന്തായാലും ഈ ഒരു സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം ഇതൊന്ന് മുറിച്ചിട്ട് അതിലുള്ള ഒരു വേസ്റ്റൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട്. അധികവും പാർട്സ് കൊണ്ടുവരുമ്പോൾ മുട്ടക്കോയിൻ്റെതാണ് കൊണ്ടുവരാറ്, അപ്പോൾ ചിന്ന മുട്ടയുണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, അതൊന്നുമില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല, ഇത് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് പോക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട് കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ലിവറൊക്കെ കറി വെച്ചാൽ ഒരു മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ലിവറൊക്കെ കറി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഉടനത്തെ നമുക്ക് കഴിക്കാൻ തോന്നില്ല, മസാല പിടിക്കാത്ത പോലെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതുമാണ്, നമുക്ക് കഴിക്കാനും കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, അതേപോലെ വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മൺചട്ടിയൊന്നും ഇല്ലാതെ അതേ രുചിയിൽ അടിപൊളി ടേസ്റ്റിൽ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വടാൻ വേണ്ടി ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, അതേപോലെ പെരുംജീരകം, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം തന്നെ ലിവർ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്ത്, അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുകയാണ്, മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പം വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ലിവറൊക്കെ വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതാ അവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ലിവറൊക്കെ, പിന്നെ കക്കൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ മസാലയിലേക്ക് നമ്മൾ ലിവർ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, സ്റ്റോക്ക്, ആ ഒരു സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും നന്നായിട്ടൊന്നും കൂടെ എന്ത് ചെയ്യുക, ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതുവരെ നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. നമ്മൾ കറിയിൽ ചേർത്ത ഉള്ളിയും തക്കാളിയും അതൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ലിവർ ഉണ്ടല്ലോ, ലിവർ കക്കുക, അത് എന്ത് ചെയ്യുക, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളകൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും നന്നായി മിക്സാക്കി ഒന്ന് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക,
ഒന്നും കൂടി ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടപ്പ് വെച്ച് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി ചിക്കൻ പാർട്സ് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.